നമസ്കാരം, ഞാൻ ഡോക്ടർ ബിജുലാൽ. ഞാൻ കിംസ് ഹെൽത്ത് ട്രിവാൻഡ്രത്ത് സീനിയർ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. പലപ്പോഴും നമ്മൾ പേപ്പറിലും ഒക്കെ വായിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. പെട്ടെന്ന് കുഴഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് പ്രോബ്ലമാണ്, കാർഡിയക് അറസ്റ്റാണ്. കാർഡിയക് അറസ്റ്റ് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയും. അതിൽ ഈ ഹാർട്ട് മസിൽസ് ഓർഗനൈസ്ഡ് ആയിട്ട് കൺട്രാക്ട് ചെയ്യുന്നതിന് പകരം ഹാർട്ട് മസിൽസ് വിറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകുന്നില്ല. അതിനാണ് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പെട്ടെന്ന് ഹാർട്ടിൻ്റെ നെഞ്ചിടിപ്പ് ഒരുപാട് കുറഞ്ഞ് ഹാർട്ട് മസിൽസ് കൺട്രാക്ട് ചെയ്യാണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനാണ് കാർഡിയക് എസിസ്റ്റോളി എന്ന് പറയുന്നത്. ഇത് രണ്ടുകൊണ്ടും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോവുകയില്ല, ബ്രെയിനിലേക്ക് ആവശ്യമുള്ള ബ്ലഡ് കിട്ടുകയില്ല. ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആൾ താഴെ വീണു പോകും. അതാണ് ഈ കുഴഞ്ഞ് വീഴുന്നത്. ഇത് രണ്ടും ഫെയ്റ്റലാണ്. പെട്ടെന്നത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പെർമനൻറ്റ് മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു പോകും. വെച്ചാൽ എല്ലാ അവയവങ്ങൾക്കും പ്രവർത്തിക്കുന്നതിന് ബ്ലഡ് വേണം, ഓക്സിജൻ വേണം, ന്യൂട്രിയൻസ് വേണം. ഇതൊരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ ഇതൊരു വീണ്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാർഡിയക് അറസ്റ്റ് വരുമ്പോൾ ഇത് പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു 3 to 5 മിനിറ്റ്സിനുള്ളിൽ ഇത് വീണ്ടും ആളുടെ അവയവങ്ങൾക്ക് ബ്ലഡും ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ഥായിയായ ഡാമേജ് അതിന് സംഭവിക്കും, അവയവങ്ങൾക്ക് സംഭവിക്കും. ബ്രെയിൻ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുടെ ഹാർട്ട് ഫങ്ഷൻ ചെയ്താൽ പോലും ആളൊരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് കടന്നു പോകും. ഇത് ഈ ആർക്കായത് വരിക എന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹാർട്ടിൻ്റെ പമ്പിങ് കുറവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവരിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ICD എന്നൊരു ഉപകരണം ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ കഴിയും. കാർഡിയക് അറസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ആണെന്നുണ്ടെങ്കിൽ ICD അത് മനസ്സിലാക്കുകയും ഷോക്ക് കൊടുത്ത് അതിനെ ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ നെഞ്ചിടിപ്പ് കുറയുന്ന ബോധക്ഷയം വരുന്ന രോഗികളിൽ ECG എടുക്കുമ്പോൾ അറിയാൻ പറ്റും അവർക്ക് ഈ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടോ ഇല്ല എന്നുള്ളത്. അതുപോലെ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റ് ചില അരിത്മിക് ഡിസീസസ് ഉണ്ട്. ചില ആൾക്കാർക്ക് മറ്റ് ഹാർട്ടിൻ്റെ ഫങ്ഷനൊക്കെ നോർമലാണെങ്കിൽ പോലും പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഹാർട്ടിൻ്റെ മസിൽസിന് കട്ടി കൂടുന്ന ഒരു അസുഖമുണ്ട്. ചില കാർഡിയക് അരിത്മിക് ഡിസീസസ് ഉണ്ട്, ARVD, ബ്രൂഗാഡ സിൻഡ്രോം എന്നൊക്കെ പറയും. അതെല്ലാം ECG നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ECG, എക്കോ, MRI ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള രോഗികളിൽ പ്രൊഫൈലാക്റ്റിക് ആയിട്ട്, അതായത് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ആവശ്യമുള്ള ചികിത്സകൾ എടുത്തു കഴിഞ്ഞാൽ പേസ് മേക്കർ വയ്ക്കുകയോ ICD വയ്ക്കുകയോ അല്ലെങ്കിൽ EPS, RFA, കരിച്ചു കളയുന്ന ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇമാതിരി ചാൻസ് ഇമാതിരി അസുഖങ്ങൾ വരാൻ, ഈ പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വരാനുള്ള റിസ്ക് ഉള്ള ആൾക്കാർ ഈ ഓവർ എക്സേർഷൻ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതെല്ലാം ഈ പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനുള്ളൊരു റിസ്ക് ഫാക്ടറാണ്. ഇപ്പോൾ കാർഡിയോളജിയും ഇലക്ട്രോഫിസിയോളജിയും എല്ലാം ഒരുപാട് വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പരിധിവരെ ഇമാതിരിയുള്ള ഈ സഡൻ കാർഡിയക് ഡെത്തൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അതിന് പബ്ലിക്കിൻ്റെ ഒരു ഇൻട്രസ്റ്റും പബ്ലിക്കിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനും ആവശ്യമാണ്. ചില എപ്പോഴും ഒരു പൊതുസ്ഥലത്ത് ഒരു രോഗി കാർഡിയക് അറസ്റ്റ് പോവുകയാണെങ്കിൽ അവിടെ ഒരു കാർഡിയോളജിസ്റ്റോ ഒരു ഡോക്ടറോ ഉണ്ടാവണമെന്നില്ല ആളിനെ റിസസിറ്റേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ഒരു പബ്ലിക് അവയർനെസ്സും പബ്ലിക്കിന് അതിനുള്ള അറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ഈ IMA ഹോസ്പിറ്റൽസ് ഒക്കെ ചേർന്നിട്ട് പലയിടങ്ങളിലും CPR ട്രെയിനിങ് ക്യാമ്പ്സ് നടത്തുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരു ബേസിക് സ്കില്ലാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു സഹജീവിയെ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണിത്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആവശ്യമായ ട്രെയിനിങ് നമ്മളെ മെഡിക്കൽ ഓർഗനൈസേഷൻസ് വഴിയോ ഹോസ്പിറ്റൽസ് വഴിയോ ഒക്കെ പൊതുജനങ്ങൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഇത് ഉണ്ട്. എല്ലാ ഹോസ്പിറ്റൽ സ്റ്റാഫും ACLS, BLS തുടങ്ങിയ ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ്, ലൈഫ് സപ്പോർട്ട് ടെസ്റ്റുകൾ പാസ്സായവരാണ്. അത് പൊതുജനങ്ങൾക്ക് കൂടി അത് എത്തിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ പെട്ടെന്ന് ഒരാളിന് കാർഡിയക് അറസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്, കാണാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അവിടെ പലർക്കും ഹൃദ്രോഗികളായിരിക്കാം. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളെല്ലാം ഒരു ICD വെച്ചിരുന്നാൽ അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും രോഗികളെ ഈ മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്.
ഇപ്പോൾ നമ്മൾ പോയാൽ കാണാം, വിമാനത്താവളങ്ങളിൽ പോയാൽ കാണാം, അവിടെ എല്ലാം ICD ഉണ്ടാവും. ചില റെയിൽവേ സ്റ്റേഷനിലും വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പലയിടങ്ങളിലും ICD ഉണ്ടാവും, പൊതുസ്ഥലങ്ങളിലെല്ലാം ICD ഉണ്ടാവും. ICD എന്ന് വെച്ചാൽ ഷോക്ക് കൊടുക്കുന്നൊരു മെഷീനാണ്. അത് കാർഡിയക് അറസ്റ്റ് റെക്കഗ്നൈസ് ചെയ്യുക, അത് പരിചയമുള്ള ആൾക്കാർ ഷോക്ക് കൊടുക്കുക, ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രഷ്യസ് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടർ വരികയോ അല്ലെങ്കിൽ ഒരു പാരാമെഡിക്ക് വരികയോ അല്ലെങ്കിൽ ഒരു നേഴ്സ് വരികയോ വന്ന് റെസിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോഴേക്കും ആളുടെ കാർഡിയക് അറസ്റ്റ്, പ്രൊലോങ്ഡ് കാർഡിയക് അറസ്റ്റിൽ ബ്രെയിൻ ഡാമേജ് വന്നിരിക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റേഷനാണ് പ്രധാനം. അതിന് പബ്ലിക് അവെയർനെസ്സും പബ്ലിക് ടീച്ചിങ്ങും പബ്ലിക് എക്സ്പീരിയൻസും അത്യാവശ്യമാണ്. ICD എന്ന മെഷീൻ പലയിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലെല്ലാം വെച്ചേക്കേണ്ടത് ഒരു നല്ലൊരു ഒരു വലിയൊരു സമൂഹം എന്ന നിലയിലും ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയിലും നമ്മുടെ ആവശ്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.